ജയിച്ചാലും തോറ്റാലും ഒരുപോലെ അക്രമങ്ങൾ നടത്തുന്ന ആളുകളെ കാണാൻ കിട്ടും കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റി. ജയിച്ച സ്ഥാനാർത്ഥികൾ അവർക്കെതിരെ മത്സരിച്ച ആളുകളെ കേട്ടോ, അവരെ വീട്ടിൽ കല്ലുറക്കി എറിയുക, പടക്കം എറിയുക മുതലായ ശരിയായ നല്ല രസകരമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ചിലർ വടിവാള് ഊരിപ്പിടിച്ച് ഓടിപ്പോയി അങ്ങ് ചാടി കയറുക മതിലേലുമൊക്കെ, എന്നിട്ട് വാള് കൊണ്ട് എന്നിട്ട് ഒരാളെ വെട്ടാൻ പോകുന്നു. അവസാനം അതിലെ ചുമന്ന തലയിൽ കെട്ടിയേക്കുന്നത് CPM-ൻ്റെ കൊടിയും കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ കണ്ടു പോന്നു. അത് കഴിഞ്ഞ് ബാക്കി കാണുന്നവനെയൊക്കെ എടുത്തിട്ട് അടിക്കുക, വടിവാള് ഇങ്ങനെ കാണിച്ച് വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. ഇത് മൊത്തം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ജയിച്ചിടത്ത് പോലും ഉള്ള ജയിച്ച സ്ഥലത്തു നിന്ന് അതിന് ആളുകൾ നാട്ടുകാർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചല്ലോ, അപ്പോൾ ബാക്കി UDF സ്ഥാനാർത്ഥിയുടെ വീട് ആക്രമിക്കുക, ഇത് ഉള്ള പരിപാടിയാണ്. മാത്രമോ തോറ്റെടുത്ത് ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ, അത് അവരുടെ പാർട്ടി ഓഫീസ്, അത് കുത്തിത്തുറന്ന് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി അതിൽ പടക്കം എറിയുക, കൊടി എടുത്ത് വലിച്ചിട്ട് ചവിട്ടി തേക്കുക, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കലാപരിപാടികൾ നമ്മൾ കണ്ടു. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ ഇത് ജയിച്ചാലും തോറ്റാലും ഈ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരേപോലാണ് ഇവർ ഈ അക്രമ പ്രവർത്തനങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഇവർ ഇഷ്ടപ്പെടുമെന്നാണ് ഇവരുടെ ധാരണ. അപ്പോൾ ആ ധാരണ തെറ്റാണ് എന്ന് നമുക്ക് പലതുകൊണ്ടും കാണാം. പിന്നെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർ സ്ത്രീകളുടെ സംരക്ഷണം വളരെയധികം കാര്യമാക്കുന്നവരല്ലേ. ഇന്ന് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ, അയാളുടെ വായ്മൊഴി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു, മുഴുവൻ കേൾപ്പിച്ചു, കേൾക്കാൻ കിട്ടി. അയാളുടെ വേറെ ആരുമല്ല, ഇത് സെയ്ദാലി മജീദ് എന്ന് പറയുന്ന ഒരാളാണ്, തെന്നല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു. അയാൾ ഇലക്ഷന് മത്സരിച്ച് ജയിച്ചു, അതാണ് അയാളുടെ പ്രശ്നം. CPM-ൻ്റെ സ്ഥാനാർത്ഥി ഇലക്ഷൻ മത്സരിച്ച് അയാൾ ജയിച്ചു കഴിഞ്ഞപ്പം പരസ്യമായിട്ട് ജയാഹ്ലാദത്തിന് പ്രസംഗിക്കുക, വാഹനത്തിൻ്റെ മേളിൽ കയറിയുന്നുണ്ട്, പുറയിൽ കൈയടിക്കാൻ ഒരുത്തിനും. ഇവരെയൊക്കെ എന്ത് ചെയ്താവുമെന്ന് ഞാൻ ആലോചിക്കുന്നു. പറഞ്ഞ വാചകങ്ങൾ കേൾക്കേണ്ടത് എന്താണെന്നറിയോ? വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ, അതായത് എതിർഭാഗം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ കാഴ്ച വെച്ചിട്ടാണ് ഇലക്ഷൻ ജയിക്കുന്നതെന്നും ഇതാ പറയുന്നേ. എന്നിട്ട് പറയാ, എനിക്കും ഞങ്ങൾക്കും പെൺമക്കളും പ്രായമായുള്ള പെൺമക്കളൊക്കെ ഉള്ളതാണ്, അവരൊക്കെ അവരെ ഭർത്താവിനോടാണ് അന്തി ഉറങ്ങുന്നതെന്ന്, അല്ലാതെ മറ്റാരോടും അല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്കെതിരെ പ്രവർത്തിച്ച ആളുകളെല്ലാം വല്ലവരുടെ അന്തി ഉറങ്ങുന്നതാണെന്നാണ് ആ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ അയാൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളാണ്. അതാണ് പ്രശ്നം. മുസ്ലിം ലീഗാണ് എതിരെ മത്സരിച്ച് ഇയാൾ ജയിച്ചതിൻ്റെ പറയുന്ന വർത്തമാനമാണ് ഇത്. ഈ മാർക്സിസ്റ്റ് നേതാക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ഇരുത്തിക്കൊണ്ട് ഈ പാർട്ടി നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിക്കണം. ഇതുപോലുള്ള വർത്തമാനം നിങ്ങൾ അപ്രൂവ് ചെയ്യുമോ? ഇത് സഖാവ് MV ഗോവിന്ദനും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇരുന്ന് പറയുന്നതാണ്. ഇവൻ്റെ പേര് കേസെടുക്കണ്ടേ? അടിയന്തരമായിട്ട് കേസെടുക്കണം സ്ത്രീത്വത്തെ അപമാനിച്ചതിന്. കാരണം ഇത്രയും വൃത്തികേടാ വിളിച്ചു പറഞ്ഞേക്കുന്നത് മുഴുവൻ. പെണ്ണുങ്ങളെ കൊണ്ട് കാഴ്ച വെച്ചിട്ടാണ് ഇതുപോലെ വല്ലവനും കാഴ്ച വെച്ചിട്ട് ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് അനാവശ്യമാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. പറയുന്നത് അശ്ലീലമാണ് മുഴുവൻ പറഞ്ഞത്, ബാക്കി പറയാൻ കൊള്ളത്തില്ല അവൻ പറഞ്ഞ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ അതങ്ങ് വിടുകയാണ്. നല്ല സെക്രട്ടറി ഇങ്ങനെയുള്ളവനെ തന്നെ പിടിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണം. ഇപ്പോൾ എനിക്ക് പലരും ചോദിച്ചു, ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചു, ഇത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രി സ്വേച്ഛാധിപതിയാണെന്ന് പറയാൻ കാര്യം എന്തുവാന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞുതരാം എന്താണെന്ന്. സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വേച്ഛം, അതായത് തന്നെത്താൻ തീരുമാനങ്ങൾ എടുക്കുക, മറ്റാരുമായിട്ടും കൺസൾട്ട് ചെയ്യാതെ ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കുക. അത് ഒരു സ്വേച്ഛാധിപതിയുടെ ലക്ഷണമാണ്. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ. അണികൾ പോലും അറിഞ്ഞില്ല, ഇടതുപക്ഷ മുന്നണി അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല PM ശ്രീ ഒപ്പിടുന്നത്. പ്രധാനമന്ത്രിയായിട്ട് നേരിട്ടുള്ള ഇടപാടായിരുന്നു. അപ്പോൾ ഇത് അവസാനം CPI മന്ത്രിമാർ ഇതിനെതിരെ രംഗത്ത് വന്നു. അത് പ്രശ്നം വഷളായി. എന്നിട്ട് ഇപ്പോഴും അതിൽ നിന്നൊരു മോചനമൊന്നും കിട്ടിയിട്ടില്ല. PM ശ്രീ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ ഒക്കത്തില്ല. ആ രീതി ഇരിക്കുകയാണ് ഇവിടെ.
ഇനി അടുത്തത് ഇതേപോലെ തന്നെ ലേബർ കോഡ്, അതിനെതിരെ ഒരുപാട് തൊഴിലാളി സ്നേഹമുള്ളവരല്ലേ ഇവർ, ഇഷ്ടമാതിരി അങ്ങ് പ്രസംഗിച്ച് നടന്നതിന് ശേഷം രഹസ്യമായിട്ട് ആ ലേബർ കോഡ് നടപ്പാക്കുന്നതിൻ്റെ ചട്ടങ്ങൾ അങ്ങ് പരസ്യപ്പെടുത്തി നോട്ടിഫൈ ചെയ്ത് റെഡിയാക്കി, റൂൾസൊക്കെ ഫ്രെയിം ചെയ്ത് റെഡിയാക്കി. എത്രയും പെട്ടെന്ന് നടപ്പണ്ടേ? അതിൽ പ്രശ്നമല്ലേ, നടപ്പാക്കണമല്ലോ. അത് ചെയ്തു. ഇത് തുടങ്ങി. പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ കൊള്ളയെന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ വളരെ വലുതാണ്. കാരണം അത് അന്വേഷണം ഇപ്പം മരവിച്ച് നിൽക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ട്, SITയുടെ മേളിൽ ഉള്ള സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഇത് മേലെ തട്ടുകളിലേക്ക് പോകാത്തത്. പോയാൽ ഈ പാർട്ടിക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ വന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുമൊക്കെ വന്നു. ഇനി ഇത് മാത്രം ഇത് തോക്കാനുള്ള അടുത്ത അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാം, ഇതും വന്നു. ഈ സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ആളെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന് പങ്കൊന്നും ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളത് എന്നാലും ആ പാർട്ടിയിൽപ്പെട്ടവരാണ്. ആ പാർട്ടിയുടെ CPMൻ്റെ നേതാക്കൾ 2 പേരെ ജയിലിൽ കിടക്കുക. ഇപ്പോഴും അവർ ഇങ്ങനെ ഉണ്ടെന്ന് ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിൽ കിടന്ന്. അവർക്കെതിരെ ഒരു നടപടിയില്ലല്ലോ പാർട്ടി തലത്തിൽ, ഒന്നുമില്ല. അപ്പോൾ ഇത് കോൺഗ്രസ് ഒന്നുമില്ലെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ കണ്ടു, അയാളുടെ കാര്യം കണ്ടു, അയാൾക്ക് ജാമ്യം നിഷേധിച്ച് ഇമ്മീഡിയറ്റ്ലി അവർ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണി പൊടിയിടാനെങ്കിലും ഇങ്ങനൊരു പണി ഇവർ ചെയ്യണ്ടേ? അതൊന്നും ചെയ്തിട്ടില്ല. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി അന്വേഷണം മുരടിച്ച മട്ടാണ്. ആ രീതിയിലാണ് ഇപ്പോൾ. പിന്നെ ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല എന്തോ ഒരു റെവലേഷൻ എന്തോ നടത്തിയതായിട്ട് പറയപ്പെടുന്നു. എന്താണെന്ന് അറിയില്ല. ഏതായാലും അത് വല്ലതും അതിന് മേളിലെങ്ങാനും വല്ല അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനുണ്ട്. അപ്പോൾ ഇത് തോക്കാനുള്ള മെയിൻ കാരണം ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ശബരിമല കൊള്ളയുണ്ടല്ലോ, ആ സ്വർണം ശബരിമല കൊള്ളയെന്നേ പറയാൻ നോക്കുള്ളൂ. കാരണം സ്വർണം മാത്രം കാണുന്നത് മൊത്തം എടുത്തുകൊണ്ട് പോയിട്ട് ആൻറ്റിക് വാല്യൂ ഉള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് കടത്താവുന്നതെല്ലാം കടത്തിയിട്ടുണ്ട്. അത് ഈ 1-2 കോടിയൊന്നുമല്ല, 500 കണക്കിന് കോടികളാണ് പോയിക്കുന്നത്. ആ രീതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് മറുപടി പറയും? ഇനി ഇതൊന്നുമല്ല മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ ശ്രീ പിണറായി വിജയൻ വിചാരിച്ചത് സുകുമാരൻ നായരെ ഇങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വരട്ടിയോ വരട്ടാതെയോ ഏതായാലും സുകുമാരൻ നായരെ അങ്ങ് ചാക്കിലാക്കി. സുകുമാരൻ നായർ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഏറ്റവും നല്ല ഭരണമാണ്, ഇവരാണ് വേണ്ടത്, എല്ലാം അങ്ങ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ വോട്ട് കൊടുക്കുകയല്ല. അതാ കാര്യം. ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യം. ഇനി ഈ നായേഴ്സ് എന്ന് പറയുന്ന ആൾ, നായന്മാർ എന്ന് നമുക്ക് പറയാമല്ലോ, വർഗത്തിൻ്റെ പേര് പറയാൻ പാടില്ലാത്തതാണ്. നായേഴ്സ് എന്ന് പറയുന്ന വർഗം അവർ വിവരമുള്ള ആൾക്കാരാണ്. അവർ ചിന്തിക്കും. സുകുമാരൻ നായർ പറഞ്ഞാലൊന്നും വോട്ട് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യ അതിലില്ല. അവർ ചിന്തിക്കും അവർ ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത് അവർ തീരുമാനിക്കും. അല്ലാതെ ഈ ഇന്നലെ വരെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയനെ ഇപ്പം പെട്ടെന്ന് കയറി ആലിംഗനം ചെയ്യുന്ന സുകുമാരൻ നായരെ അവരൊരു സംശയത്തോടുകൂടിയേ നോക്കുള്ളൂ. അത് മനസ്സിലാക്കണം. പിന്നെ അടുത്തത്, അതിൽ വലിയൊരു പുള്ളി ചുവന്നുകൊണ്ട് നടന്നു, വെള്ളാപ്പള്ളിയെ, നല്ല വലിപ്പമൊക്കെ ഉണ്ടല്ലോ, കൊണ്ടു നടന്നു. അയാൾ പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്ന വാ തുറന്നാൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക. അതിനുവേണ്ടി അയാളെ കൊണ്ടു നടക്കുന്നത്. അത് ഏറ്റെടുത്ത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞങ്ങ് പറയുക. എന്തായതെന്ന് അറിയാൻ വയ്യാതായി പറയുന്നേ. പറഞ്ഞ് ഇപ്പം കിട്ടിയതറിയാമല്ലോ, വാങ്ങിച്ച് കിട്ടിയത്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ SNDP ഭരിക്കുന്നത് അത് വേറെ പരിപാടിയിലാണ്, അത് നടക്കും. കാരണം അതിനു വേണ്ടിയുള്ള ആളുകളെ, വോട്ടേഴ്സിനെയൊക്കെ അതിനകത്ത് കറക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആളുകളെയാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. അവർ വോട്ട് ചെയ്തോളും, ജയിപ്പിച്ചോളും. ഈ BJP ബാന്ധവമുള്ള വെള്ളാപ്പള്ളിയും കൊണ്ടാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ അത് നടക്കുന്നുണ്ടെന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ BJP ബാന്ധവത്തിൻ്റെ തെളിവെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കാണ്. ഈ ലേബർ കോഡിൻ്റെ അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്തത് PM ശ്രീ രഹസ്യമായിട്ട് പോയി കരാർ ഒപ്പിച്ച് കൈ കൊടുത്ത് റെഡിയാക്കി വന്നത്. പിന്നെ ഇതേപോലുള്ള വെള്ളാപ്പള്ളിയെ സ്റ്റേറ്റുകാരനകത്ത് കയറ്റി കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ട്രഷറി വറ്റി വരണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് 1,10,00,000 രൂപ കാറിന്, പുതിയ കാർ വാങ്ങിക്കാൻ വലിയ അത്യാവശ്യമുള്ളതല്ലേ. 2 കാറുകളുള്ളതാണ്. കിയ കാർണിവൽ 2 ഉള്ളതാണ്. നല്ല കാറാണ്.
3 വർഷത്തിന് താഴെ പഴക്കം മാത്രമേ ഉള്ളൂ ആ വണ്ടി, അത് ഓടിച്ചുകൊണ്ട് നടക്കുക. അതൊന്നും പോരെ. പിന്നെ കൂടാതെ ഒരു 10-40 വണ്ടി കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നിന്ന് ഇറങ്ങി മറ്റൊന്നിൽ കയറാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും അല്ല വേണ്ട, പുതിയത് വേണം. ശരി, ഇതെല്ലാം ഉണ്ടല്ലോ ജനങ്ങൾ നോക്കിയിരിക്കുക എന്ന് മനസ്സിലാക്കണം. ഈ ശബരിമല കൊള്ളയും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ BJP ബാന്ധവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന CPMൻ്റെ ഏതാണ്ട് ഒരു 2-3 പേര് അവർ വോട്ട് ചെയ്യാൻ പോയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യാൻ പോകാത്തത്. എന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് വോട്ടിൻ്റെ എണ്ണം ഇവിടെയൊക്കെ ഇപ്പം ഞാൻ ഉള്ള ഈ വാർഡിൽ പോലും ഉണ്ടല്ലോ, പകുതിയോളം പേര് വോട്ട് ചെയ്യാൻ പോയിട്ട് 53%, 54% ഉള്ളൂ ഈ വാർഡിൽ വോട്ട് ചെയ്യാൻ പോയത്. ബാക്കി ആളുകൾ വോട്ട് ചെയ്യാൻ പോയില്ല. അതാരും മരിച്ചോയെന്നല്ല, അവർ പോയില്ല. അവർ പോകാത്തതെന്താ? ഇടതുപക്ഷ അണികൾക്ക് പോലും നമുക്ക് ഈ നേതാക്കളിൽ താല്പര്യമില്ലാതായി, ഈ പാർട്ടിയോട് താല്പര്യമില്ലാതായി. കാരണം പാർട്ടിക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഇല്ല, അങ്ങനായി. അതിനോടൊപ്പമാണ് ഈ ചീത്ത വിളിക്കാൻ ഒരാളെ കൊണ്ടു നടക്കുമല്ലോ, ഒരു നേതാവ്. ആ നേതാവ് പറഞ്ഞ നല്ല വാചകം, അദ്ദേഹം മുത്തുമണികളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണത്. ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തു, പണമൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു, അതെല്ലാം വാങ്ങിച്ച് ഷാപ്പിട്ടെന്നുള്ള അത് നല്ല ഭാഷ പറഞ്ഞ കേട്ടോ, നക്കിയിട്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്കിട്ട് വെച്ചു. നല്ല വർത്തമാനമല്ലേ പറയുന്നത്? ഇത് പിറപ്പ് പണിയുന്നു, ഏതാണ്ട് അതെനിക്ക് അറിയാൻ വയ്യാത്തൊരു പണിയാണ്. അതും പറഞ്ഞു. അതെന്താ അതിൻ്റെ അർത്ഥം? ഇതിന് ശബ്ദധാരാവലി എങ്ങാനും പരിശോധിക്കണം. ചിലപ്പോൾ അത് വെളിച്ചം പകർത്തുന്നവനെ ശുംഭന് പണ്ട് കൊടുത്തില്ലേ, പ്രകാശം പരത്തുന്നവൻ എന്നങ്ങനെ ഉള്ള അർത്ഥമായിരിക്കും ചിലപ്പോൾ. ഏതായാലും കൊടുത്തു. അതിന് ശ്രീ MA ബേബി അത് ശരിയായിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല. ഈ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പണമല്ല, ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ്. എന്നിട്ട് പറയാം ഞങ്ങളങ്ങ് കൊടുത്തു. ഞങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ നിന്നോ അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നോ ഒന്നും എടുത്ത് കുടുംബസ്വത്തൊന്നും അല്ല എടുത്ത് കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് ഈ കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. അത് MA ബേബി നല്ല വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. മണി ആ പ്രസ്താവന പിൻവലിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നതെന്ന് MA ബേബി പറഞ്ഞു. ആ പറഞ്ഞതുപോലെ ആയിരിക്കാം ഏതാനും ആ പറഞ്ഞുകൊണ്ട് പാർട്ടി തീരുമാനം ഞാൻ അതുപോലെ ശിരസാ വഹിക്കുന്നു. പക്ഷെ പറയാനുള്ള ചീത്ത പറഞ്ഞല്ലോ. നമുക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ വായിൽ നിന്ന് പോയ വാക്കുകളുണ്ടല്ലോ, തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സമയത്ത് പ്രവർത്തിക്കാതിരുന്നാൽ അതിൻ്റെ ആ സമയം അങ്ങ് കഴിഞ്ഞുപോയി. അതിനെ ആ പഴയ സമയത്തോട്ട് പോകണമെന്ന് എറിഞ്ഞാൽ അത് നടക്കത്തില്ല. ഒരു സമയത്തൊരു പ്രവൃത്തി ചെയ്യാതിരുന്നു, അതെനിക്ക് ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞ ഒരവസരവും കിട്ടത്തില്ല. ഇപ്പോൾ ഇതൊക്കെ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇതുപോലെ ഇതേപോലെ വൃത്തികേട് വിളിച്ചു പുലമ്പുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ആകെ വേറെ ഒരു മാർഗമില്ലാതിരിക്കുക. ഇനിയിപ്പോൾ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്നാലേ പറ്റൂ. കാരണം ഈ ആൾക്ക് ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തല്ലോ, അവർക്ക് പഴയ കിറ്റിൻ്റെ ഓർമ്മ വന്നു. ആ കിറ്റ് അതിൻ്റെ ഓർമ്മ വന്നു. അതായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ഷാപ്പിട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞേനെ, ഈ കിറ്റ് വാങ്ങിച്ച് ബാക്കി പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അതുപോലെ പറഞ്ഞേനെ. ഏതായാലും ഇപ്പം ക്ഷേമ പെൻഷനൊക്കെയാണ് ഇതുപോലെയൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്നു. കൊടുക്കണം, ജനങ്ങളുടെ അവകാശമാണ്, സർക്കാരിൻ്റെ ഔദാര്യമല്ലത്. അപ്പോൾ ഇതുപോലുള്ള പണികളാണ് കൈയിരിക്കുന്നത്. ജനങ്ങൾ അതിൽ നകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയാം, ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു അനിവാര്യതയാണ്. കാരണം ഒരു കറക്ഷണൽ ഫോഴ്സായിട്ട് എന്നും നിലകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ അത് വന്ന് ഒരു കറപ്ഷണൽ പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തിരുത്തിയേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ തോൽവി എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് തോറ്റു എന്ന് ശങ്കരാടിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ട് തോറ്റു? ഉടനെ അത് പ്രതികൃതിയാവാതകം അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ഭൂരിപക്ഷ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവെന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ കൂടെ ആളുകളില്ല, അതാണ് പ്രശ്നം. ഇത് ഒന്ന് മാറ്റണം, ഇതൊന്ന് മാറണം, അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ നാശമായി പോകും. ഞാനിത് കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ പാർട്ടിയിൽപ്പെട്ടവരും ഒരുപാട് അടുപ്പക്കാർ ഉണ്ട്, എനിക്ക് ഒപ്പം ഉള്ള ആളുകളുണ്ട്. അത് ഈ പ്രസ്ഥാനം നശിക്കുന്നതിൽ ഉള്ള
ഒരു വിഷമമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ മാർഗ്ഗം എങ്ങാനും കണ്ടുപിടിക്കണമെന്ന് ഇനി വല്ല മുസ്ലിം പ്രീണനം എങ്ങാനും നടത്തണം. ആദ്യം വെള്ളപ്പള്ളി ഒന്ന് വിടണം, പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തണം. അദ്ദേഹത്തിനെ കൊണ്ടു നടന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ഏതായാലും ഇപ്പോൾ ജയിച്ചിടത്തൊക്കെ ഓരോ ഇനിയിപ്പോൾ ജയിച്ച് കഴിഞ്ഞിടത്തുള്ള വീതം വെപ്പാണ് ഇന്നത്തെ പ്രശ്നം. ആരെ വേണം? അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന മതം ഇതൊന്നുമാണോ നോക്കണ്ടേ? കൊള്ളാവുന്ന ആരാന്ന് നോക്കിയിട്ട് അയാളെ നേതാവാക്കണം, മേയറാക്കേണ്ടത് മേയറാക്കണം. അല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതിക്കാനുള്ളതാണോ ഈ സാധനം? അതാണ് നമ്മുടെ പ്രശ്നം. അത് മറ്റേത് മേയർ സ്ഥാനം വേറെ ആർക്കോ ക്രിസ്ത്യാനിക്ക് കൊടുത്താൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നായർക്ക് വേണം. ഇപ്പോൾ നായന്മാരിഞ്ഞ് ഇറങ്ങിയല്ലോ ജയിച്ചു കഴിഞ്ഞപ്പോൾ. ഇതുവരെ എവിടെ ആയിരുന്നു? അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് കണ്ട് മനസ്സിലാക്കണം. ഇനി വേറെ ഇപ്പോൾ UDF ഇതൊക്കെയൊക്കെ വിജയം കിട്ടി. ഇത് UDF വിജയിച്ച ജോസ് കെ മാണി വിചാരിച്ചുകൊണ്ടല്ലോ, അല്ല. ഇനി അയാളുടെ പാർട്ടിയെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ? എന്തിനാ അടിയുണ്ടാക്കാൻ? സീറ്റ് വീതം വെച്ച് അവിടെ കൊടുക്കണം. ചൊറിയും കുത്തിയിരിക്കുന്നവന്മാരെ എല്ലാം പിടിച്ച് ഇതിനകത്ത് കയറ്റണം. വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കണം, വൃത്തികേട് കാണിക്കണം. അതിനാണ് നിങ്ങൾക്ക് ഈ മാണി ഗ്രൂപ്പും ഒരു ഗ്രൂപ്പും വേണ്ട, ജനങ്ങൾ മതി. നിങ്ങളോടൊപ്പം ജനങ്ങളുണ്ട്. ആ രീതിയിൽ നല്ലതായിട്ട് UDF ഒന്ന് പ്രവർത്തിച്ചു പോവുക. നിങ്ങൾ ജയിച്ചു പോവും. ജനങ്ങൾ ജയിപ്പിക്കും. നിങ്ങളുടെ ഗുണം കൊണ്ടൊന്നുമല്ല, ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചോളും. കാര്യം എന്താ? മറ്റവരെ വേണ്ടാത്തത് കൊണ്ടാണ്. ഒരു ടേമെങ്കിലും ഒന്ന് തിരിച്ചു വരട്ടെ, അതായിരിക്കും നല്ലത്.